ജെയിംസ്, ഒപ്പം തന്നെ ലെബനോണിൽ ചില ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകനടക്കം 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ. അവിടെ എന്താണ് നടക്കുന്നത് സാഹചര്യം? യഥാർത്ഥത്തിൽ വെടിനിർത്തലാണ് 10 ദിവസത്തേക്ക് സീത. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് അവിടെ എപ്പോഴും എല്ലാ ദിവസവും ഇസ്രായേൽ കയറി ആക്രമണം നടത്തുകയാണ്. ആർട്ടിലറി ഉണ്ട്, വ്യോമാക്രമണമുണ്ട്. അതിൽ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ 6 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിലൊരാൾ പ്രശസ്തനായിട്ടുള്ള ലെബനീസ് മാധ്യമപ്രവർത്തകനാണ് അമൽ ഖലീൽ. നമ്മൾ ഖലീൽ ജിബ്രാനെ കുറിച്ചൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ലെബനിലെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനും കവിയൊക്കെ ആയിട്ടുള്ള ഖലീൽ ജിബ്രാന്റെ പേരുള്ള അമൽ ഖലീൽ എന്ന മാധ്യമപ്രവർത്തകനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 6 പേർ കൊല്ലപ്പെട്ടു. 2400 പേരാണ് കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ വെടിനിർത്തൽ വെറുതെയാണെന്ന് പറയേണ്ടി വരും. ഇത് മാത്രമല്ല, ഗസയിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ വെടിനിർത്തലിന് ശേഷം ഗസയിൽ എത്ര മാസമായി വെടിനിർത്തലുണ്ടായിട്ട്? പക്ഷെ ഇതിനിടയിൽ പലതവണ ആക്രമിച്ചതിനെ തുടർന്ന് ഏതാണ്ട് 800ഓളം പാലസ്തീനികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഇതിനിടയിൽ ഇറാൻ 2 കപ്പലുകൾ പിടിച്ചെടുത്തു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അമേരിക്ക ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്തതിന് തിരിച്ചടി എന്നോണം ആണ് 2 കപ്പലുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കപ്പലിന് നേരെ വെടിവെപ്പ് നടത്തി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ്. അപ്പോൾ ഇതിനെ ചൊല്ലി ഹോർമോസ് കടലിടുക്കിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആകെ ആശ്വാസകരമായ വാർത്ത ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങൾ ചർച്ചയിൽ നിന്ന് പിന്മാറിയിട്ടില്ല, ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ എന്ത് ഇതിൽ നാവിക ഉപരോധം നടത്തുകയാണ്. അമേരിക്ക തന്നെ പറയുന്നു 31 ഇറാന്റെ കപ്പലുകൾ ഞങ്ങൾ തടഞ്ഞു, പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഇറാൻ വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അവിടെ മിതവാദികളും തീവ്ര നിലപാടുകാരും തമ്മിൽ വലിയ പ്രശ്നമാണ്. മസൂദ് പെസസ്കിയാൻ മിതവാദിയും മറ്റുള്ളവര് തീവ്ര നിലപാടുകാരുമാണ്. IRGC അവിടുത്തെ സൈന്യം പ്രസിഡന്റ് പറയുന്നതോ വിദേശകാര്യമന്ത്രി പറയുന്നതോ കേൾക്കുന്നില്ല. പാകിസ്ഥാൻ അതിനിടയിൽ ഇസ്ലാമാബാദിലെ ചർച്ചയ്ക്ക് വേണ്ടി അമേരിക്കയും ഇസ്രായേലിനെയും അതുപോലെ ഇസ്രായേലിനേക്കാൾ കൂടുതൽ ഇറാനെയും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഹാഷ്മി, അസിത. ഓക്കെ ജെയിംസ് സർ, അപ്പോൾ അതാണ് അവസ്ഥ. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ഇപ്പോൾ പെസസ്കിയാൻ പറയുന്നുണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ അത് ഉപാധി എന്താണ്? ഉപരോധമൊക്കെ മാറ്റണം, എന്നാൽ മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ. ഉപരോധവും ചർച്ച ഒന്നിച്ച് നടക്കില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. എന്തും ആകുമെന്നറിയാത്ത പിടിയില്ലാത്ത കാര്യങ്ങൾ ഹോർമൂസിൽ അങ്ങനെ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.